Hello friends, welcome to our channel. അപ്പോൾ നിങ്ങൾക്ക് അറിയിക്കും നമ്മുടെ 1UI 7 സ്റ്റേബിൾ അപ്ഡേറ്റിന്റെ ഡീറ്റെയിൽസ് ഒരു അപ്ഡേറ്റ് നമുക്ക് ഇപ്പോൾ വന്നിട്ടുണ്ട്. അതിനെക്കുറിച്ച് നമ്മൾ പറയാനാണ് വന്നത്. അപ്പോൾ നിങ്ങളൊരു 1UI 7 സ്റ്റേബിൾസ് അപ്ഡേറ്റ് നോക്കുന്ന ഒരാളാണെങ്കിൽ പ്രത്യേകിച്ച് S23 യൂസറൊക്കെ ആണെങ്കിൽ S23 അല്ല FE സീരീസ് ഉപയോഗിക്കുന്നവരും അതുപോലെ തന്നെ ബാക്കി ഏതൊക്കെ ഫോണുകളാണ് പിന്നെ S21 സീരീസുകളും ഫോൾഡ് 4ഉം ഫ്ലിപ്പ് 4ഉം S22 സീരീസ് യൂസേഴ്സും ഫോൾഡ് 3 യൂസേഴ്സ് ഒക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. ഇത് ആക്ച്വലി സാംസങ് വിയറ്റ്നാമിലേക്ക് വന്നിരിക്കുന്ന ഒരു അപ്ഡേറ്റ് ആണ്. പക്ഷേ സാംസങ് വിയറ്റ്നാമിൻ്റെ കൂടെ തന്നെ നിങ്ങൾക്കറിയാം ആദ്യം ഒരു പറഞ്ഞിട്ടുണ്ടെന്ന് April 7 ലോഞ്ച് ചെയ്യുന്ന പറഞ്ഞിരുന്നത്. അതായത് 1UI 7 സ്റ്റേബിൾ വേർഷൻ അപ്ഡേറ്റ് വന്നു തുടങ്ങിയെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അത് ആക്ച്വലി കൊറിയയിലാണ് വന്നു തുടങ്ങിയിട്ടുണ്ടായിരുന്നത്, ഇന്ത്യയിലല്ല. ഇപ്പോൾ ആക്ച്വലി സാംസങ് വിയറ്റ്നാമാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് April സാംസങ് വിയറ്റ്നാം പറഞ്ഞിരിക്കുന്നത് April 14 തൊട്ട് നമ്മുടെ S24 സീരീസുകൾക്കും S23 സീരീസുകൾക്കും ഫോൾഡ് സീരീസുകൾക്കും ഫ്ലിപ്പ് സീരീസുകൾക്കും ഒക്കെ 5 നമ്മുടെ ഈ 1UI 7 സ്റ്റേബിൾ അപ്ഡേറ്റ് വന്നു തുടങ്ങുമെന്നാണ് പറഞ്ഞേക്കുന്നത് കേട്ടോ. അതിൽ S24 FE സീരീസുകൾക്കാണെങ്കിൽ April 23 പറഞ്ഞേക്കുന്നത്. അതുപോലെ തന്നെ April 24 ബാക്കിയുള്ള എല്ലാ സീരീസുകൾക്കും, അതായത് S23 FE, S21 സീരീസുകൾക്ക്, Z Fold 4 സീരീസുകൾക്ക്, ഫ്ലിപ്പ് 4-ന്, പിന്നെ April 28 ആണെങ്കിൽ ഗാലക്സി S23 സീരീസുകൾക്കും Z Fold 3ക്കും ഫ്ലിപ്പ് 3ക്കും ഒക്കെയാണ് വന്നേക്കുന്നത്. അപ്പോൾ ഞാൻ ഒന്നുകൂടി ക്ലിയർ ആയിട്ട് പറഞ്ഞുതരാം. ഇത് ആക്ച്വലി വിയറ്റ്നാമിനെ കൂടെ തന്നെ ഇന്ത്യയിലേക്കും സെയിം ഡേറ്റിൽ തന്നെ വരാമെന്ന് ഞാൻ ഇവരുടെ കമ്മ്യൂണിറ്റി പോസ്റ്റ് ചോദിച്ചപ്പോൾ അറിഞ്ഞ് വിവരം കേട്ടോ. അതെ, അപ്പോൾ ഒഫീഷ്യൽസ് തന്നെയാണ് അവർ, അതിൻ്റെ അഡ്മിൻസ് ഒക്കെയാണ് അവർ അതിൽ മെസ്സേജ് ചെയ്യുന്നത് സാംസങ്ങിൻ്റെ മെമ്പേഴ്സ് ആപ്പിൽ. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ആണ് നമ്മൾ പറയാൻ പോകുന്നത്. അപ്പോൾ ഞാൻ ഒന്നുകൂടിയും അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് പറഞ്ഞുതരാം. നമ്മുടെ എവിടെ പോയി ഇത് April 14 തൊട്ട് ഗാലക്സി S24 സീരീസുകൾക്ക്, പിന്നെ അതിനുശേഷം S23 സീരീസുകൾക്ക്, പിന്നെ ഫോൾഡ് 6, ഫ്ലിപ്പ് 6, ഫോൾഡ് 5, ഫ്ലിപ്പ് 6. അപ്പോൾ ആദ്യം വരാൻ പോകുന്നത് S24 സീരീസുകൾക്കായിരിക്കും കേട്ടോ. അപ്പോൾ April 14 എന്ന് പറയുമ്പോൾ 2 ദിവസം കൂടി ഉണ്ടല്ലോ. അപ്പോൾ അത് നോർമലി ആദ്യത്തെ ഇനീഷ്യൽ S24 സീരീസ് കഴിഞ്ഞിട്ടായിരിക്കും S23 വരിക. അപ്പം ചിലപ്പോൾ 2 days ഒക്കെ ഗ്യാപ്പ് വന്ന് വരാൻ ചാൻസ് ഉണ്ട് കേട്ടോ. അതിനുശേഷം April 14 ശേഷം S24 FE എന്ന് പറഞ്ഞ സീരീസ് ഉണ്ടല്ലോ, അത് ഇതിൻ്റെ കൂടെ വരുന്നില്ല. അത് ആക്ച്വലി April 23 വരുന്നുള്ളൂ കേട്ടോ. അത് കോമഡിയാണ്, 1 week കഴിഞ്ഞാണ് വരുന്നത്. അതിനുശേഷം April 24 നമ്മുടെ S23 FEക്ക് വരുന്നുണ്ട്, S21 സീരീസുകൾക്കും വരുന്നുണ്ട്. അതായത് S21 FEക്ക് അന്ന് തന്നെ വരുന്നുണ്ട് കേട്ടോ. പിന്നെ Z Fold 4-നും വരുന്നുണ്ട്, Z Fold ഫ്ലിപ്പ് 4-നും വരുന്നുണ്ട് കേട്ടോ. പിന്നെ April 28 S23 സീരീസുകൾക്കും ഫോൾഡ് 3യും ഫ്ലിപ്പ് 3ക്കും വരുന്നുണ്ട്. അതാണ് ഇപ്പോൾ വന്നേക്കുന്നത്. ഈ സീരീസിനൊന്നും ഒരു അപ്ഡേറ്റ് വന്നത്, മിക്കതും April കഴിയാൻ ചാൻസ് ഉണ്ട് ഈ സീരീസിനും ബാക്കിയുള്ള ഡീറ്റെയിൽസിലൊക്കെ കേട്ടോ. അപ്പോൾ ഇതാണ് വന്നേക്കുന്ന ഒരു അപ്ഡേറ്റ്. അപ്പോൾ ഈ സാംസങ് എന്ത് വാങ്ങിയാണ് കാണിക്കുന്നത് എനിക്കൊരു പിടിയും കിട്ടുന്നില്ല കേട്ടോ. ശരിക്കും അപ്ഡേറ്റ് ഒക്കെ വരെ കറക്റ്റ് ഒരു മാസമൊക്കെ വരാറുള്ള സംഭവമാണ്. പറയുമ്പോൾ ഇപ്പോൾ സെക്യൂരിറ്റി പാച്ചൊക്കെ വരുന്നുണ്ട്. പക്ഷേ 1UI 7 ഇറങ്ങിയിട്ട് ഇപ്പോൾ എത്ര കാലമായി? ബാക്കി എല്ലാ ഡിവൈസുകളും അവരുടെ Android 15 ഒക്കെ കൊടുത്തു എല്ലാവർക്കും. എത്ര കാലമായി എന്നറിയും. ഇവർക്ക് എന്തുട്ടാ പറ്റിയോ, തലയ്ക്ക് എന്തായതാണോ ഇത്രയ്ക്കൊരു ലാഗ്? ശരിക്കും എന്താ വെച്ചാൽ പണ്ട് ഇവർ ഗാലക്സി AI ഇറക്കിയപ്പോൾ തന്നെ ഇത്രയ്ക്കൊന്നും ലാഗ് എടുത്തണമെന്നില്ല അവരുടെ പഴയ ഡിവൈസുകൾക്ക് വരാൻ. ഇതെന്താണോ പറ്റിയത്? നമ്മുടെ ആപ്പിളിന് ടിമ്മെണ്ണം വന്നപ്പോൾ അടിച്ചു പോയില്ല, അതുപോലത്തെയാണ് ഇപ്പോൾ പണി കെട്ടിക്കുന്നത് സാംസങ്ങിന്. എന്ത് സംഭവിച്ചാവോ അവർക്ക് തന്നെ അറിയുള്ളൂ എന്താ സംഭവം. അപ്പോൾ ഇതിൻ്റെ ഒരു അപ്ഡേറ്റ് തരാനാണ് വന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. നമ്മുടെ 2 ചാനൽസ് മാത്രം പോയി കണ്ടു നോക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ഫ്രണ്ട്സിലേക്ക് നമ്മൾ ഒന്ന് ഷെയർ ചെയ്യുക. നമ്മുടെ വീഡിയോസ് ആദ്യമായിട്ട് കാണാനാണെങ്കിൽ എൻ്റെ പേര് അജയ്, ഞാനൊരു ഫൈനാൻഷ്യൽ അനലിസ്റ്റാണ്. നമ്മൾ ടെക്കിലും ഫിനാൻസിലും എക്സ്പീരിയൻസ് ആണ്, ക്വാളിഫൈഡ് ആണ്. നമ്മൾ സ്മാർട്ട് ഫോൺ ആർക്കിടെക്ചർ ഫീൽഡിലൊക്കെ വർക്ക് ചെയ്തതാണ്. അപ്പോൾ അപ്ഡേറ്റ്സ് നിങ്ങൾക്ക് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വെക്കണം. നിങ്ങൾക്ക് ഇതുപോലെ ടെക് അപ്ഡേറ്റ്സും സംഭവങ്ങളൊക്കെ നമ്മൾ വീഡിയോ ഇടാറുള്ളതാണ്. നമ്മൾ Instagram പേജിൽ അവൈലബിൾ ആണ്. പേജ് ഫോളോ ചെയ്യാൻ മറക്കണം. നിങ്ങൾക്ക് അതിലും വേണമെങ്കിൽ മെസ്സേജ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ഡിസ്ക്രിപ്ഷനിൽ നോക്കിയാൽ മതി, ലിങ്കുകളുടെ കയ്യിൽ കൊടുത്തിട്ട് കേട്ടോ. അടുത്ത വീഡിയോ ആണ്.